വീണ ജോർജിൻ്റെ നാടകം മൂലം ശബരിമലയിലെ CPM നേതാക്കളുടെ സ്വർണ്ണക്കൊള്ള ഒലിച്ചുപോയി എന്ന് പലരും കരുതിയിട്ടുണ്ടാകും. എന്നാൽ സ്വർണ്ണക്കൊള്ള അങ്ങനെ ആരും മറന്നിട്ടില്ല. മറക്കാൻ എത്ര പെട്ടെന്ന് കഴിയുകയുമില്ല. അതിന് മോഷ്ടാക്കൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. അതായത് ശബരിമലയിലെ അയ്യപ്പൻ്റെ സന്നിധാനത്തുണ്ടായിരുന്ന സ്വർണമെല്ലാം കൊണ്ടുപോയി ചെമ്പുപാളികളാക്കി തിരിച്ചു കൊണ്ടുവന്നവർ ഭൂരിഭാഗവും CPM നേതാക്കളാണ് പ്രതികളായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ശബരിമല കേസ് പരാമർശിച്ച സുപ്രീം കോടതി പറഞ്ഞതോർക്കണം. ശബരിമലയിൽ നിങ്ങൾ എന്തെങ്കിലും മോഷ്ടിക്കാതെ ബാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതി തന്നെ ചോദിച്ചത്. മോഷ്ടിച്ചു എന്ന് സുപ്രീം കോടതി തന്നെ ഉറപ്പിക്കുകയും മോഷ്ടിച്ചവർ മുഴുവൻ CPM നേതാക്കളെന്ന് പിടിക്കപ്പെടുകയും ചെയ്തതോടെ ഒരു കാര്യം ഉറപ്പായി, ഇതെല്ലാം സർക്കാരിൻ്റെ അറിവോടെ സംരക്ഷണത്തോടെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ മറ്റൊരു വലിയ മോഷണം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അയ്യപ്പൻ്റെ സന്നിധാനത്തിന് തൊട്ടടുത്തു തന്നെയുള്ള മാളികപ്പുറത്തമ്മയ്ക്കു ചാർത്താനായി ഭക്തരായ ദമ്പതികൾ നൽകിയ 3,88,00,000 രൂപയുടെ തങ്ക അങ്കിയാണ് അവിടെ നിന്ന് കാണാതായിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ സ്വദേശികളായ പ്രവാസി ദമ്പതികൾ സുരേഷ് കുമാറും ഭാര്യ രമണിയും ചേർന്ന് 4 വർഷം മുൻപ്, അതായത് ഇതേ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും ശബരിമല ഭരിക്കുമ്പോൾ തന്നെയാണ് അവർ അത് നൽകിയത്. 2.5 കിലോ തങ്കത്തിൽ നിർമ്മിച്ച ആ തങ്ക അങ്കി മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ചത്. ഏകദേശം 22 ദിവസത്തോളം എടുത്തു തമിഴ്നാട്ടിലെ ശില്പികൾ ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ തങ്കത്തിൽ ഉണ്ടാക്കിയ ഈ തങ്ക അങ്കിക്ക് 3,88,00,000 രൂപയാണ് ചിലവായത്. അതവിടെ സമർപ്പിക്കുമ്പോൾ തന്നെ സ്വർണ്ണ കള്ളന്മാർക്ക് മനസ്സിൽ ലഡു പൊട്ടിക്കാണും എന്നുറപ്പാണ്. പാവം ഇത് സമർപ്പിച്ച ദമ്പതികൾ അങ്ങ് അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും അവർ തിരിച്ചു വന്നതിന് ശേഷമാണ് തങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഭക്ത്യാദരപൂർവം മാളികപ്പുറത്തമ്മയ്ക്ക് നൽകിയ ആ തങ്ക അങ്കി അവിടെ ഇല്ല എന്നുള്ള സത്യം അവർ അറിയുന്നത്. ഇതോടെയാണ് അവർ മാധ്യമങ്ങളെയും ബന്ധപ്പെട്ടവരെയും എല്ലാം അറിയിച്ചിരിക്കുന്നത്. ഇത് ചെറിയ സംഭവമല്ല. ബാക്കിയെല്ലാം മോഷ്ടിച്ചു കടത്തിയെന്ന് സുപ്രീം കോടതി തന്നെ ഉറപ്പിച്ച സാഹചര്യത്തിൽ ഈ ദമ്പതികൾ തങ്ങളുടെ സമർപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേവസ്വം ബോർഡിനെ സമീപിച്ചു. അപ്പോൾ ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണറായ റിജിലാൽ രാമചന്ദ്രൻ പറഞ്ഞ ഉത്തരമാണ് ഞെട്ടിച്ചത്. അതായത് ഇവിടെ സമർപ്പണം നടത്തുന്നവർക്ക് ഒരു രസീതി തന്നിട്ടുണ്ടാകുമെന്നും ആ രസീതി കൊണ്ടുവന്നാൽ മാത്രമേ ഈ സംഭവം സമർപ്പിച്ച സാധനം കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊരു വിചിത്രവാദവുമായി ദേവസ്വം ബോർഡ് രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെ ആ രസീതി ഇല്ല എങ്കിൽ ഇതാർക്കും കാണില്ല എന്നുള്ള തരത്തിലാണ് വാദങ്ങൾ. മനഃപൂർവ്വം രസീതി നൽകാതെയും സ്വർണം അടിച്ചു മാറ്റാനുമുള്ള എല്ലാ ആസൂത്രണ നീക്കമാണ് ഇവർ നടത്തിയത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആരുമറിയാതെ 4 കോടി രൂപയ്ക്കടുത്ത് വരുന്ന സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സംശയമാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. 4 കൊല്ലം മുൻപാണ് ഈ ഭക്തർ തങ്ക അങ്കി നിർമ്മിച്ച് ശബരിമലയിൽ കൊടുത്തത് എന്നും ഇന്ന് അതിൻ്റെ പൊടി പോലും അവിടെ കാണാനില്ല എന്നും മനസ്സിലാക്കിയിരിക്കുന്നത് ജന്മഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് എന്നാണ് അറിയുന്നത്. ഈ 4 വർഷത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് ഭരിച്ച മന്ത്രി എന്നുള്ള നിലയിൽ വാസവന് കുരുക്കു വീഴുകയാണ്. ശബരിമലയിൽ എന്തു നടക്കണമെന്ന് വാസവന് വളരെ വ്യക്തമായി അറിയാം, എന്തു നടത്തണമെന്നും അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാനത്തെ അയ്യപ്പൻ്റെ സ്വർണമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി അവിടെ എവിടെ തിരിഞ്ഞാലും ഒരു നുള്ള് സ്വർണം കിട്ടാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ മാളികപ്പുറത്തമ്മയുടെ അടുത്തുള്ള സ്വർണത്തിലേക്ക് കണ്ണുവച്ചത്. അങ്ങനെയായിരിക്കാം ഈ സ്വർണം ഒരുപക്ഷെ നഷ്ടപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ദേവസ്വം കമ്മീഷണറോട് തങ്ക അങ്കി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് വേറെ എവിടെയോ സൂക്ഷിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അതും ശരിയാകാം. ശരിയാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ ആ ഉദ്യോഗസ്ഥൻ തയ്യാറാകണം. അതിനുള്ള ബാധ്യത അവർക്കുണ്ട്. എന്നിട്ട് മോഷ്ടാക്കളുടെ കയ്യിൽ ഈ 3.25 കോടിയുടെ മുതലും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയവും ദൂരീകരിക്കണം. അതിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം 4 വർഷങ്ങൾക്കുള്ളിൽ കൊടുത്ത സംഭവമാണ്. കള്ളന്മാർ വിഹരിക്കുന്ന സമയമായിരുന്നു അത്. ഏതായാലും വീണ്ടും ശബരിമലയിൽ മറ്റൊരു കൊള്ളയ്ക്കുള്ള സാധ്യത കണ്ടതോടെ ഇതൊന്നു മതി പിണറായിക്കെതിരെ എരിയുന്ന തീയിൽ എണ്ണയായി മാറാൻ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്.